അപ്പോൾ നമുക്ക് ഇന്നിവിടെ പോളിഗൺസ് എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് 9th ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദ ഫിഗർ 9th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻ ദ ഫിഗർ ബിലോ ABCD ഈസ് എ റെഗുലർ ഹെക്സഗൺ. ഇത് ഒരു റെഗുലർ ഹെക്സഗൺ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ACDF എന്നുള്ള ഈ എന്താണ് ക്വാഡ്രിലേറ്ററൽ ഒരു റെക്ടാംഗിൾ ആണെന്ന് തെളിയിക്കണം. റെക്ടാംഗിളിന്റെ പ്രോപ്പർട്ടി എന്താണ്? യെസ്, റെക്ടാംഗിൾ നമുക്കറിയാം ഒരു റെക്ടാംഗിളിന്റെ എല്ലാ ആംഗിൾസും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഇവിടെയുള്ള ഈ റെക്ടാംഗിൾ കാണിക്കുന്ന ഇതിന്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്താൽ മതിയാവുമല്ലോ. അതായത് ഈ ആംഗിള് ഈ ഇവിടെ വരുന്ന FAC എന്ന് പറയുന്ന ഈ ആംഗിള് 90 ആണെന്ന് പ്രൂവ് ചെയ്യണം. അതേപോലെ ACD എന്ന് പറയുന്ന ഈ ആംഗിൾ 90 ആണെന്ന് പ്രൂവ് ചെയ്യണം. അതേപോലെ ഇവിടെയുള്ള ഈ ആംഗിൾ 90 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ ആംഗിൾ 90 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഇതൊരു റെഗുലർ ഹെക്സഗൺ എന്നാണ് തന്നിട്ടുള്ളത്. എന്താണ് റെഗുലർ ഹെക്സഗണിന്റെ പ്രോപ്പർട്ടി? നമുക്കറിയാം റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നതിന് 6 സൈഡ്സ് ഉണ്ട്. അത് റെഗുലർ ആയത് കാരണം അതിന്റെ എല്ലാ ആംഗിൾസും അതേപോലെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു പോളിഗണിന്റെ ഇന്റീരിയർ ആംഗിൾസിന്റെ സം എത്രയായിരുന്നു? എങ്ങനെയാ കണ്ടുപിടിച്ചിരുന്നത്? യെസ്, n-2 into 180 ആണ്. അപ്പൊ n-2ല് നമുക്ക് ഇതിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാണെന്ന് അറിയാം? 720 ആണെന്ന് അറിയാം. എങ്കിലും ഞാൻ കാണിച്ചു തരാം. n എത്രയാണ്? 6. 6 - 2 into 180 that is equal to 4 into 180. എത്രയാണ്? 720 ഡിഗ്രി ആണ് ഇതിന്റെ ടോട്ടൽ ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മ്. അങ്ങനെയെങ്കിൽ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഇത് ഹെക്സഗൺ ആയതുകൊണ്ട് നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. 720 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 120. അതായത് ഓരോ ആംഗിൾസും 120 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ഇത് 120 ആണ്, ഇവിടെ എഴുതാം 120 ആണ്. ഇത് മൊത്തത്തിലുള്ള ആംഗിൾ 120 ആണെന്ന് അറിയാം. ഓക്കെ, ഇനി ഈ ട്രയാംഗിൾ മാത്രം കൺസിഡർ ചെയ്യാം. ഈ EFD ഇതിനു മുമ്പേ നമ്മൾ ചെയ്തതാണ് എങ്കിലും EFD എന്നുള്ള ഈ ട്രയാംഗിൾ മാത്രം കൺസിഡർ ചെയ്താൽ ഇത് എന്താണ്? ഒരു ഐസോസിലസ് ട്രയാംഗിൾ അല്ലേ? റെഗുലർ പോളിഗൺ ആയത് കാരണം ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ ഈ ട്രയാംഗിൾ ഐസോസിലസ് ട്രയാംഗിൾ ആണ്. നമുക്കറിയാം ഐസോസിലസ് ട്രയാംഗിൾസിന്റെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ ആംഗിളും ഈക്വൽ ആണ്. പക്ഷെ ഒരു ആംഗിൾ 120 ആണെന്ന് നമുക്ക് അറിയാം. അപ്പൊ ബാക്കിയുള്ള ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? 180 മൈനസ് 120 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ആണല്ലോ. പക്ഷെ ഇവിടെയുള്ള രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അതിന്റെ സമ്മ് 60 എന്ന് കിട്ടിയത് കാരണം നമുക്ക് ഓരോന്നും എത്രയാണ്? 60 ഡിവൈഡഡ് ബൈ 2 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 30. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റെപ്പ് ബൈ ആയിട്ട് ചെയ്യാതിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെയുള്ള ആംഗിൾ 30 എന്ന് കിട്ടി, ഇവിടെയുള്ള ആംഗിൾ 30 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ടോട്ടൽ ആംഗിൾ. ഇവിടെ ഞാനിപ്പം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചത് 90 ഡിഗ്രി ആണെന്ന് അങ്ങ് മായ്ച്ചെളിയാണ്. ഓക്കെ, ഇവിടെ ഈ ടോട്ടൽ ആംഗിൾ ഈ F എന്ന് പറയുന്ന ഈ ടോട്ടൽ ആംഗിൾ ആണ് എത്ര? 120. പക്ഷെ ഈ കുഞ്ഞ് ആംഗിൾ 30 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ AFD എന്ന് പറയുന്ന ആംഗിൾ 120 നിന്ന് ഈ 30 സബ്ട്രാക്ട് ചെയ്താൽ പോരെ? ആണല്ലോ. ഓക്കെ, സോ ആംഗിൾ AFD എന്ന് പറയുന്ന ഈ ആംഗിൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഈ ടോട്ടൽ ആംഗിൾ 120 ആണെന്ന് അറിയാം. എന്തുകൊണ്ട്? അതൊരു റെഗുലർ പോളിഗൺ ആയതുകൊണ്ട്. അതിൽ നിന്ന് ഈ കുഞ്ഞ് ആംഗിൾ സബ്ട്രാക്ട് ചെയ്താൽ പോരെ? മതി. 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇവിടെ നമുക്ക് ഈ AFD എന്ന് പറയുന്ന ഈ ആംഗിൾ എത്ര കിട്ടി? 90 ഡിഗ്രി ആണെന്ന് കിട്ടി. അതെങ്ങനെയാ കിട്ടിയത്? ഇവിടെ നമ്മൾ ടോട്ടൽ ആംഗിൾ ഈ F എന്ന് പറയുന്ന ഈ വലിയ ആംഗിൾ എന്ന് പറയുന്നത് ഈ രണ്ട് ആംഗിൾസിന്റെ സമ്മല്ലേ? ഈ AFD എന്ന് പറയുന്നതും ഈ EFD എന്ന് പറയുന്ന ആംഗിൾസിന്റെ സമ്മാണ്. ഈ EFD എന്ന് പറയുന്ന ആംഗിൾ 30 ആണെന്ന് നമുക്കറിയാം. ടോട്ടൽ 120. അപ്പൊ 120 നിന്ന് 30 സബ്ട്രാക്ട് ചെയ്താൽ 90 എന്ന് കിട്ടി. ഓക്കെ, ഇതേപോലെ നമുക്ക് സിമിലർലി
Similarly, we can prove. ഇത് എഴുതണമെന്നില്ല, ബാക്കി എല്ലാ ആംഗിൾസും ഇതേപോലെ കണ്ടുപിടിക്കണമെന്നില്ല. ഇവിടെയും നമുക്ക് 30 കിട്ടും, അപ്പൊ നമുക്ക് 120 സബ്ട്രാക്ട് ചെയ്ത് ഇവിടെ 90 കിട്ടും, ഇവിടെയും അതേപോലെ 30 കിട്ടും, 90 സബ്ട്രാക്ട് ചെയ്താൽ കിട്ടും. We can prove angle FAC and DCA, angle DCA and വേണ്ട comma and angle CDF equal to 90 degree. ഓക്കെ, ഇങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, സ്റ്റെപ്പ് എഴുതിയാൽ മതി. സോ ഇതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതുക? സോ ക്വസ്റ്റ്യൻ തന്ന ACDF is a triangle. So ACDF is a triangle അല്ല rectangle. പ്രൂഫായി. സിമ്പിൾ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒരുപാട് പറഞ്ഞത് കാരണമാണ് ഞാനത് വീണ്ടും വീണ്ടും പറയാതിരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്തതായി നമ്മൾ പേജ് നമ്പർ 58 ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പിക്ചറുമായിട്ട് നമുക്ക് ഡ്രോ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യന്? ഡ്രോ എ ഹെക്സഗൺ വിത്ത് സെയിം സൈഡ്സ് ആൻഡ് ഡിഫറെന്റ് ആംഗിൾസ്. ഡിഫറെന്റ് ആംഗിളും സെയിം സൈഡും ആയിട്ടുള്ള ഒരു ഹെക്സഗണ് നമ്മൾ വരക്കണം. ഓക്കെ, അതിനുവേണ്ടി നമുക്കിവിടെ വരക്കാം. എന്താ, സിമ്പിൾ ആയിട്ട് വരച്ചാൽ മതി. എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് നമ്മൾ ഒരു കറക്റ്റ് ഒരു മെഷർമെന്റ് എടുക്കുക. 15 സെന്റിമീറ്ററോ, നിങ്ങൾക്ക് ഞാനിവിടെ ബോർഡിൽ വരക്കുന്നതായത് 15 സെന്റിമീറ്റർ ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അത് പിന്നെ സൈസ് ചെറുതാക്കട്ടോ. ഓക്കെ, ഏതെങ്കിലും ഒരു സൈഡ് വെച്ച് ആംഗിൾസ് ഒന്നും മെഷർ ചെയ്യാതെ സിമ്പിൾ ആയിട്ട് ഒരു ഹെക്സഗൺ വരക്കുക. ഹെക്സഗണിന് എത്ര സൈഡ്സ് ആണുള്ളത്? 6. അപ്പൊ വരച്ചു തുടങ്ങാം. സ്കെയിൽ വെച്ച് സിമ്പിൾ ആയിട്ട് വരച്ചാൽ മതി. എങ്കിലും ഞാൻ കാണിച്ചു തരാം. ഒരു സൈഡ് വരച്ച് 15 സെന്റിമീറ്റർ. ദെൻ നെക്സ്റ്റ് സൈഡ് ആംഗിൾ മെഷർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ലാസ്റ്റ് കൂട്ടിമുട്ടിക്കുന്ന ഭാഗത്ത് മാത്രം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടെ 50 സെന്റിമീറ്റർ വരച്ചു. ഇവിടെ 15 സെന്റിമീറ്റർ വരച്ചു. ഇവിടെ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഡോട്ട് ഇടാണ്. വരക്കുന്നില്ല, ഇത് കൂട്ടിമുട്ടുകയെന്ന് അറിയണ്ടേ. സെയിം സൈഡ് ആയിരിക്കണ്ടേ. ഇത് ഇവിടെ നിന്ന് മെഷർ ചെയ്ത് നോക്കുക. കറക്റ്റ് ആണ് വരുന്നത്. യെസ്, കറക്റ്റ് ആണ് വരുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിമുട്ടിക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചാൽ മതി. ഓക്കെ, അപ്പോ ഇതൊരു ഹെക്സഗൺ ആണ്. ABCDEF എന്നുള്ള ഒരു ഹെക്സഗൺ ആണ്. ഇതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, ബട്ട് ഡിഫറെന്റ് ആംഗിൾസ് ആണ്. നമ്മളിവിടെ ആംഗിൾ മെഷർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ആംഗിൾസ് ആണ്. എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. സിമ്പിൾ ആയിട്ട് അങ്ങ് വരച്ചാൽ മതി. ഏതെങ്കിലും ഡയറക്ഷനിൽ നമ്മൾ 6 ലൈന് വരക്കണം. അതുകൊണ്ട് തന്നെ ആ ലാസ്റ്റത്തെ ലൈന് കൂട്ടിമുട്ടുക എന്ന് അറിയാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് 2 വരക്കുമ്പോൾ ഒന്ന് കെയർഫുൾ ആയാൽ മതി. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തോടു കൂടി നമ്മുടെ ഈ പോളിഗൺസ് എന്നുള്ള ചാപ്റ്റർ ഇവിടെ ഫിനിഷ് ആവുകയാണ്. അടുത്ത ക്ലാസ്സിൽ ന്യൂ ചാപ്റ്ററുമായിട്ട് വരാം.